100 രൂപ. 200 രൂപ കിട്ടി എനിക്ക്. ബിരിയാണി മേടിക്കാമല്ലോ. 80 രൂപ വെച്ച് 3 ബിരിയാണി മേടിക്കാം നമുക്ക്. 3 80 രൂപ കിട്ടണം. 100 രൂപക്ക് ഇല്ലെന്ന് 80 രൂപ ഉണ്ട്. അവിടെയുള്ള ഒരു കടയിലുണ്ട് 80 രൂപ ബിരിയാണി. 160 രൂപ. 40 രൂപ. അല്ലെന്ന് ഇയാൾക്ക് മേടിക്കണ്ടേ പൂർണ്ണം. ഞാൻ മേടിച്ചോളാം. എനിക്ക് 2 മേടിക്കാം. ഒരു ബിരിയാണിയുടെ കാശായി. ചായ മേടിച്ചു കുടിക്കാം. അത് മതി, അത് മതി. അപ്പൊ ചായ മേടിച്ചു കുടിക്കാം. 10 രൂപ ലാഭവും. അവിടെ 20 രൂപ കിട്ടും. 20 രൂപ ലാഭവും. 10 രൂപ എനിക്കും ലാഭവും. എന്താണ് ചേട്ടാ? എന്താ എന്താ എന്നാ കയ്യിന്ന് പോയാ? പൈസ പോയെന്നേ. എത്ര ആവശ്യം പോയി? എന്റെ പൈസ ഉണ്ടായിരുന്നത് പോക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ പോയി. പേഴ്സ് എടുത്തപ്പോഴത്തേക്ക് വണ്ടിക്കൂലിയൊക്കെ ആയിരുന്നു. പേഴ്സിന്റെ അകത്തല്ലെന്നേ വെച്ചാ ഞാൻ പുറത്ത് ഇങ്ങനെ വെച്ച് പേഴ്സ് എടുത്തപ്പോഴത്തേക്ക് പുറത്ത് പോയി. 500 രൂപ ഉണ്ടായിരുന്നേ എല്ലാം കൂടി. താഴേച്ചി പൈസ എടുത്തെങ്കിൽ ചേട്ടന്റെ പൈസ തന്നെയാണല്ലോ. ഇവർക്കും കിട്ടുന്നുണ്ട് 100 രൂപ. അയ്യോ ഒന്ന് താഴേച്ചി. അയ്യോ ഇനിയില്ലേ? ഇല്ല. പറയാനാണോ? ഞങ്ങളുടെ കയ്യിൽ കാശിരിക്കണോട്ട് വന്നാ അഭിനയിക്കണേ. ചായ കുടിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ലാതെ നിൽക്കണ സമയത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബിരിയാണി മേടിക്കല് വേണം. വലിയ കാര്യം ബിരിയാണി മേടിക്കാൻ നിന്ന ആൾക്കാരാണ്. അയാളുടെ പൈസയാണ് അത്. ദൈവത്തിനറിയാം. എനിക്കും അങ്ങനെ തട്ടിപ്പാണ്.